ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റസ്ക് ഐസ്ക്രീമാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഈ ഐറ്റംസ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതായിരിക്കും. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അധികം ചിലവും ഇല്ല കേട്ടോ. പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാനൊന്ന് പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് റസ്ക്, അതേപോലെ ഓറിയോ ബിസ്ക്കറ്റ് വേണം, പഞ്ചസാര, കൊക്കോ പൗഡർ, സ്റ്റിക്ക്, കപ്പ്, പാല്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനൊന്ന് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് റസ്ക് ഒന്നതിലേക്ക് കൊട്ടി കൊടുക്കാം. ഇനി ഈ റസ്ക് എല്ലാം നമുക്ക് ഈ ജാറിൽ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മളുടെ റസ്കും പഞ്ചസാരയും ചേർത്തത് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതാ, ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് കൊട്ടാം. അപ്പം നമ്മുടെ റസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. ഈ പാൻ ഒന്ന് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. പാലൊന്ന് നല്ലപോലെ ചൂടാവട്ടെ. പാലെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കട്ടിപ്പാൽ തന്നെ എടുക്കണം കേട്ടോ. പാല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി റസ്ക് പൊടിച്ചതുണ്ടല്ലോ, അതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ല പോലെ ഇളക്കണം. അത് കട്ട കുത്തിയാലും കുഴപ്പമില്ല കേട്ടോ. റസ്ക് പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം അതാ നമ്മുടെ കൊക്കോ പൗഡറും എല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തു. ഈ പാകം ആവണം. അതാവുമ്പോൾ നമുക്ക് ഇതിനെ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇത് നല്ല പോലെ ഒന്ന് ആറട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നല്ല പോലെ ഒന്ന് ചൂടാറട്ടെ. ഇനി നമുക്ക് അടുത്തൊരു പരിപാടി കൂടി ഉണ്ട്, അത് ചെയ്ത് വെക്കാം. ഈ ബിസ്ക്കറ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട അറിയോ? ഈ ബിസ്ക്കറ്റിനെ ഒന്ന് ഹോളാക്കി വെക്കണം. ഒന്നങ്ങനെ ഇതാക്കി വെച്ചാൽ മതി. ഇതാവണ്ടോ? ഇതുപോലെ ആക്കിയിട്ട് എല്ലാ ബിസ്ക്കറ്റും നമ്മൾ ഇതുപോലെ ആക്കി വെക്കാം. എല്ലാ ബിസ്ക്കറ്റും ഇതുപോലെ ആക്കിയിട്ട് കാണാം. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണി കൂടിയുണ്ട്, അത് ചെയ്യാം. ഇനി ഓരോ ബിസ്ക്കറ്റ് നമുക്ക് ക്രീം വേറെ ബിസ്ക്കറ്റ് വേറെ ആക്കിയിട്ട് ഇതെങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ ഇത് മാത്രം മാറ്റി വെക്കാം നമുക്ക്. അപ്പം എല്ലാ ബിസ്ക്കറ്റും ഞാൻ ക്രീമുള്ള ഭാഗം മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇനി ഇതിന്ന് ഓരോ ബിസ്ക്കറ്റ് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം.
ഈ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഒപ്പം നടുവിൽ സെൻറ്ററിലാക്കി വെക്കണം. എല്ലാം അതേപോലെ സെൻറ്ററിലിരുന്നോട്ടെ. അതെന്തിനാ അറിയാം, ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിത് അരച്ചെടുത്ത മിക്സ് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഗ്ലാസ്സിലെല്ലാം നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ക്രീമുള്ള ബിസ്ക്കറ്റ് താഴെ വെച്ചിട്ടുണ്ട്. ഇനി ഒറ്റയായിട്ടിൽ ഇനി കട്ട് ചെയ്യേണ്ട ഓരോ ബിസ്ക്കറ്റായിട്ട് നമുക്ക് എല്ലാ ഗ്ലാസ്സിലും വെച്ച് കൊടുക്കുക. എല്ലാറ്റിലും ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്റ്റിക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. ഇനി നമ്മൾക്ക് ഓരോ ഗ്ലാസ്സിലും ഈ ടഫ്ലോൺ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇങ്ങനെ എല്ലാം ആക്കി വെക്കാം. ഇനി നമ്മൾക്ക് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതിൽ കുത്താം. ഇനി എല്ലാം ഇതുപോലെ കവർ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. എല്ലാം നമ്മളിതുപോലെ എല്ലാറ്റിലും സ്റ്റിക്കിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രീസറിലേക്ക് വെക്കണം. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രീസറിൽ വെക്കാൻ വേണ്ടി ഒരു ട്രേയിൽ എടുത്ത് വെക്കാം. ഇനി നമുക്കിതിനെ ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ റസ്ക് ഐസ്ക്രീം 4 മണിക്കൂറായി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തായെന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഐസ് നല്ല പോലെ കട്ടയായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ? അപ്പോൾ ഇതുപോലെ കട്ടയായിട്ടുണ്ട്. ഇനി എല്ലാം നമുക്ക് കവറൊന്ന് എടുത്ത് മാറ്റാം. എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഐസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈസലിനെ വിളിക്കാം. അപ്പോൾ ഫൈസല, നമ്മുടെ ഐസ് നല്ല പോലെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എന്തായാലും സംഭവം അടിപൊളി ഐസാണ് പറയാ. റസ്ക് ഐസ്. ബാക്കി ചേച്ചി ഞാൻ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതെ. അപ്പൊ കഴിച്ചു നോക്കൂ, ടേസ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഏത് ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ. കാരണം ഇങ്ങനത്തെ ഗ്ലാസ് ആകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. പിന്നെ ഇതാകെ 10-25 പൈസയുള്ള ഒരു ഗ്ലാസ്സിന് അത് വാങ്ങിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. കാരണം ഇപ്പൊ ബിസ്ക്കറ്റ് പോരെ വെക്കണമെന്നൊന്നുമില്ലല്ലോ. വേറെ ഏത് ബിസ്ക്കറ്റ് വെച്ചാലും പോരെ. വേറെ ബിസ്ക്കറ്റ് വേണമെങ്കിൽ വെക്കാം. പക്ഷെ ഇത് വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടി വെക്കുന്ന. ശരി, അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കൂ, നന്നായിട്ടുണ്ടാവും. ബാക്കി ചേച്ചി കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കൂ, ധൈര്യത്തെ കഴിച്ചോളൂ. എങ്ങനെയുണ്ട്? ഡിലീഷ്യസ്, മാർവലസ്, എന്ത് വേണമെങ്കിലും പറയാം. താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ഐസ്ക്രീമാണ്. പക്ഷെ ഒരുപാട് കട്ടയായിരിക്കില്ല, കല്ല് പോലെ ഇല്ലല്ലോ. കണ്ടില്ലേ? സോഫ്റ്റ് ആയിട്ട് വരും. അതിന്റെ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആവുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ആ ഭാഗ്യ ചേച്ചി സംഭവം തന്നെ. ഭാഗ്യ ചേച്ചി, ഞാൻ ഇങ്ങനെ പറയണമെങ്കിൽ അത്രയും ആവണം, എന്നാലേ ഞാൻ ഇങ്ങനെ പറയുള്ളൂ. അടിപൊളി അല്ലേ? ചെറിയ കുട്ടികളുണ്ടല്ലോ, കുട്ടികളൊക്കെ ഇഷ്ടംപോലെ കഴിക്കും. ഒന്നൊന്നുമല്ല, ഒരു 3-4 കഴിക്കും. വലിയ ഐസ്ക്രീമാണ്, ഇഷ്ടംപോലെ കഴിക്കും. അവർക്ക് ഇഷ്ടപ്പെടും. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ഫുഡും കൂടിയാണ്. അതെ, ഇതിൽ വേറൊന്നും കെമിക്കൽ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അതെ,
പെട്ടെന്ന് അലിയലുമില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. റസ്കാവുമ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. മറ്റേതാകുമ്പോ ഇങ്ങനെ വെള്ളം പോലെ വരും. ഇത് അങ്ങനെ വരില്ല, പെട്ടെന്ന് അരിഞ്ഞു വരില്ല. അതെ അതെ. ഇതേപോലെ എന്തൊക്കെ വെറൈറ്റി ഉണ്ട് കയ്യില്? ഇനിയുണ്ട്, പലതരം വെറൈറ്റീസ് ഉണ്ട്. ഐസ്ക്രീമിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. ഇനി അടുത്തത് നമുക്ക് വേറൊരു വെറൈറ്റി നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ഇത് എന്തായാലും നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് കഴിച്ചാൽ മതി. ബാക്കി നമുക്ക് ഫ്രീസറിൽ എടുത്ത് ബാക്കി നമുക്ക് ഫ്രീസറിൽ വെക്കാം, പിന്നെ കഴിക്കാലോ. എത്ര നേരം ഇനി ഇത് വിട്ടു വന്നിട്ടില്ല, അരമണിക്കൂറായി നമ്മൾ എടുത്ത് വെച്ചിട്ട്. വളരെ വൃത്തിയായിട്ടുണ്ട്, പെട്ടെന്ന് അറിയില്ല, നന്നായിരിക്കും. അപ്പൊ വേറൊന്നും ഐസ്ക്രീം നമുക്ക് പറയാനില്ല, ഇപ്പൊ എല്ലാവരും കാണുന്ന തന്നെയല്ലേ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടില്. വേറെ ഒരു പ്രത്യേകിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല, നമുക്കതെല്ലാം വീട്ടിൽ കിട്ടുന്നത് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ, വെറൈറ്റി വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.